പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുന്ന നിങ്ങളൊരു പക്ഷേ തിങ്കളാഴ്ച ദിവസം ജനിച്ച ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തിങ്കളാഴ്ച ദിവസം ജനിച്ച ഒരാളുണ്ടായിരിക്കാം. ചന്ദ്രന്റെ പൂർണ്ണതയിലുള്ള ദിവസമായ തിങ്കളാഴ്ച ദിവസം ജനിക്കുന്നവർക്ക് അവരുടെ സ്വഭാവത്തിൽ തന്നെ ചില പ്രത്യേകതകളുണ്ട്. മാത്രമല്ല, ഇവരെ വിജയത്തിലെത്തിക്കുന്ന 10 പ്രധാന ഘടകങ്ങളുമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നിങ്ങൾ ഏത് ജാതി, ഏത് മതം എന്നുള്ള കാര്യമൊന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ തിങ്കളാഴ്ച ദിവസം ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാധീനിക്കാവുന്ന സ്വഭാവ വിജയ ഘടകങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണണം. മാത്രമല്ല, നിങ്ങൾ തിങ്കളാഴ്ച ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഇതിൻ്റെ കീഴെ നിങ്ങൾ തിങ്കളാഴ്ച ജനിച്ച വ്യക്തിയാണ്, ഈ ക്യാരക്ടർ എനിക്കുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെ സന്തോഷം. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല, ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ പങ്കുകൊള്ളിക്കാൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെ ഇങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയാകും. അഡ്മിൻ നോട്ട് ചെയ്ത് എനിക്ക് തരും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതുവരെയ്ക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം. ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ട്, നോട്ടിഫിക്കേഷനായിട്ടൊക്കെ യൂട്യൂബ് നിങ്ങളുടെ മൊബൈലിലേക്ക് അയച്ചു തരൂ. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ തിങ്കളാഴ്ച ദിവസം ജനിച്ചവരുടെ സ്വഭാവത്തിലുള്ള ആദ്യത്തെ പ്രത്യേകത പറയട്ടെ, ഇവരുടെ വികാരാധീനമായിട്ടുള്ള പെരുമാറ്റം എന്നുള്ളതാണ്. അതെ, ചെറിയ വാക്കുകളും ചെറിയ പ്രവൃത്തികളും ഇവരെ സന്തോഷിപ്പിക്കും. അതുപോലെ തന്നെ കുത്തുവാക്കുകളോ കുറ്റപ്പെടുത്തലുകളോ ആയിട്ട് ചെറുതായിട്ട് പറഞ്ഞാൽ മതി, ഇതിവരെ ആഴത്തിൽ പിടിച്ചുലയ്ക്കുകയും ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ, ഏതൊരു വികാരത്തിൻ്റെയും അതിൻ്റെ പീക്ക് ലെവലിൽ അനുഭവിക്കാൻ കഴിയുന്നവരാണിവർ. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് അത് നിർദോഷകരമായിട്ടുള്ള വാക്കുകളാണെന്ന്. പക്ഷെ അത് ഇവരുടെ മനസ്സിലേക്ക് എടുത്തു വെച്ചിട്ട് ഇവർ തകർന്നടിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇവരെ കൈ പിടിച്ചു ഉയർത്തുന്നത് പോലെ, ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ചില വാക്കുകൾ പറഞ്ഞു കൊടുത്താൽ ഇവർ അതിൽ നിന്ന് കൂടുതൽ ആവേശം ഉൾക്കൊണ്ട്, ആ വ്യക്തി പറഞ്ഞത് ചെറിയ കാര്യമായിരിക്കും, അത് വലിയ കാര്യമായിട്ട് അവരെടുത്തിട്ട് അവരുടെ ജീവിതത്തിൽ അവർ വിജയിച്ച് വരുന്നതായിട്ടും കാണാം. ഈ സെൻസിറ്റീവായിട്ടുള്ള സ്വഭാവം പലപ്പോഴും ഇവർക്ക് ദുഃഖഹേതുക്കളെ ഒരുപാട് ഉണ്ടാക്കി വെക്കും. കാര്യം ചില കാര്യങ്ങളുടെ നെഗറ്റീവ് മാത്രം ഇവർ തേടാറുണ്ട്. അതുകൊണ്ട് തന്നെ ചില ഘട്ടങ്ങളിൽ ഇവർ അടിപതറിപ്പോകുന്നത്, എത്ര പോസിറ്റീവ് ഇവരുടെ കയ്യിലുണ്ടെങ്കിലും ചിലപ്പോൾ ആരെങ്കിലും ഇവർക്ക് കഴിവില്ല എന്നോ മറ്റോ പറഞ്ഞു എന്ന് വരട്ടെ, അവർ നല്ല കഴിവൊക്കെ ഉള്ള ആളായിരിക്കും. പക്ഷെ ഈ ഒരു വാക്ക് ഇവരുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തികട്ടാൻ തുടങ്ങും. അതോടുകൂടി ഇവർ സ്വയം വിലയിരുത്താൻ തുടങ്ങും, എനിക്ക് ഇച്ചിരി കഴിവ് കുറവാണ്, ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ര കറക്റ്റല്ല. അതോടുകൂടി ഇവരുടെ പ്രവർത്തനക്ഷമത കുറഞ്ഞും വരാൻ തുടങ്ങും. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യത്തെ, നിങ്ങൾ ചെറിയ കാര്യത്തെ ഉള്ളിലെടുത്ത് നല്ല ശക്തരായി മാറുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ നെഗറ്റീവ് ചെറുതായിട്ട് കേട്ട ഉടനെ അങ്ങ് ഡൗൺ ആയി പോകുന്നത് തികച്ച് തെറ്റായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളത് തിരുത്താൻ ശ്രമിക്കണം. ഇവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകം ഉള്ളതെന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരുടെ വേദന നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നവരാണല്ലോ ഈ തിങ്കളാഴ്ച ജനിച്ചവർ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും പ്രയാസം വരികയാണെങ്കിൽ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും കേടുപാടുകൾ വരികയാണെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി അവരോടൊപ്പം ചേർന്ന് അവരെ ആശ്വസിപ്പിക്കാനും മറ്റുള്ള കാര്യങ്ങൾ ഇവർക്ക് കഴിയും. പരമാവധി ഇവർ മറ്റുള്ളവരെ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതിരിക്കാനും ശ്രമിക്കാറുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. രണ്ടാമത്തത് കരുണയും ദയയും എന്നുള്ള കാര്യമാണ്. വളരെ സ്നേഹസമ്പന്നരായിട്ടുള്ള വ്യക്തികളാണ് ഈ തിങ്കളാഴ്ച ജനിച്ചവരിൽ ബഹുഭൂരിപക്ഷം പേരും. അവർക്ക് സ്നേഹവും കരുണയും എന്തെങ്കിലും കാര്യം നേടിയെടുക്കാനുള്ള ഒന്നായിട്ട് അവർ വിനിയോഗിക്കാറില്ല. അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്ക് അറിയാം, ഇവർ നല്ല സ്നേഹസമ്പന്നരാണ്, ഇവർ മൂലം തങ്ങൾ സുരക്ഷിതരാണെന്ന് പലപ്പോഴും ഇവരോട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് അറിയാം. പക്ഷേ പലപ്പോഴും ഈ തിങ്കളാഴ്ച ദിവസം ജനിച്ചവർക്ക് ഈ സ്നേഹവും കരുണയും എല്ലായിടത്തും നിന്ന് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ ഈ സ്നേഹം
ഒരു പരിധി വിട്ട് മുന്നോട്ട് പോകണമെന്നും ഞാൻ പറയാറില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ഇങ്ങനെ കൊടുത്ത് നടന്നു കഴിഞ്ഞാലേ ഈ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കും, ഇയാൾക്കൊന്നും കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്നേഹം, സഹാനുഭൂതി, ദയ, വാത്സല്യം ഇതൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാതിരിക്കാൻ തിങ്കളാഴ്ച ജനിച്ചവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം സൃഷ്ടിപരത എന്നുള്ളതാണ്. അതായത് ചന്ദ്രന്റെ ബലം കൊണ്ട് തന്നെ ഇവർക്ക് സൃഷ്ടിപരമായിട്ട് എഴുത്ത്, ചിത്രരചന, സംഗീതം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവർ സമൂഹത്തിലും ചുറ്റുപാടുകളിലൊക്കെ അറിയപ്പെടാൻ ഏറെ സാധ്യത ഉള്ളവരാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇവരിൽ പലർക്കും തങ്ങളുടെ ഈ കഴിവുകളെ പൂർണ്ണമായിട്ടും പുറത്തേക്ക് എടുക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരിക്കില്ല. അതുമൂലം തന്നെ ഇവരുടെ കഴിവ് അവരിൽ തന്നെ കെട്ടടങ്ങി പോകാറുണ്ട്. അത് കുറച്ചു പേരൊക്കെ എക്സ്പ്രസ് ചെയ്യും, പുറത്തേക്ക് പറയും, അവര് സമൂഹത്തിൽ ടോപ്പിലെത്തുകയും ആദരിക്കപ്പെടുകയൊക്കെ ചെയ്യും. എന്നാൽ ചിലപ്പോൾ ഈ ആദരിക്കപ്പെട്ട വ്യക്തിയേക്കാൾ കൂടുതൽ കഴിവുള്ള ആള് ഒന്നും ആകാതെ അവിടെ ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ ബലം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. നാലാമത്തെ കാര്യം മനസ്സിന്റെ മാറ്റമാണ്. ഈ മൂഡ് സ്വിംഗ് എന്ന് പറയില്ല, അത് തിങ്കളാഴ്ച ജനിച്ചവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇവർക്ക് എപ്പോഴും ഇങ്ങനെ ഒരു മൂഡ് സ്വിംഗ് അനുഭവപ്പെട്ടുണ്ട്. കുറച്ച് നേരം നല്ല സന്തോഷമായിരിക്കും, പെട്ടെന്നൊരു ദുഃഖഛായയിലേക്ക് പോകും, പിന്നെ സന്തോഷത്തിലേക്ക് വരും. ഇങ്ങനെ ഒരു ദിവസം തന്നെ പലതരത്തിലുള്ള മൂഡുകൾ ഇവർ പ്രദർശിപ്പിച്ചു എന്ന് വന്നേക്കാം. ഒരു വികാരത്തെ തളം കെട്ടി നിർത്തുന്ന ഒരു പ്രകൃതം അത്ര നല്ലതല്ല. അതായത് ഇപ്പോൾ നമുക്കൊരു ജീവിതമാകുമ്പോൾ അതിൽ സുഖദുഃഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ പെട്ടെന്ന് ഇമോഷൻ ട്രിഗർ ആയിട്ട് നമ്മുടെ സ്വഭാവം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ അസ്വസ്ഥത ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇവർ നല്ല മെഡിറ്റേഷനൊക്കെ പാലിച്ച് ഒരു സ്വാസ്ഥ്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാൻ ഇവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അഞ്ചാമത്തെ കാര്യം, ഇവർ കുടുംബ ബന്ധം ശക്തമാക്കുന്നവരാണെന്നുള്ളതാണ്. അതെ, തിങ്കളാഴ്ച ദിവസം ജനിച്ചവര് തങ്ങളുടെ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. കുടുംബത്തിനകത്തുണ്ടാകുന്ന അസ്വസ്ഥതകളെ അതിനെ തന്നാൽ കഴിയുന്ന വിധത്തിൽ തിരുത്തി മാറ്റി അവിടെ സമാധാനം പുലർത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ പ്രയാസഭരിതമായിട്ടുള്ള കുടുംബജീവിതത്തിലും ഇവർ എടുക്കുന്ന നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ വളരെ ഗുണപരമായിട്ട് കാണാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ചില അവസരങ്ങളിൽ ഇവർക്ക് കുടുംബത്തോട് ഒപ്പം ചെലവഴിക്കാൻ സമയം കിട്ടിയില്ല എന്ന് വന്നേക്കാം. അത് ചിലപ്പോൾ ഇവരുടെ കുടുംബജീവിതത്തിനെ ഒരു താളപ്പിഴകളിലേക്ക് കൊണ്ടുപോകാം. അതുകൊണ്ട് തന്നെ അത് പങ്കാളികൾ, ഭാര്യ, ഭർത്താക്കന്മാരാകട്ടെ, കുട്ടികളാകട്ടെ, തങ്ങളുടെ കുടുംബത്തിനോടൊപ്പം കുറച്ച് സമയം ഈ തിങ്കളാഴ്ച ദിവസം ജനിച്ച വ്യക്തികൾ ചെലവഴിക്കുകയാണെങ്കിൽ ആ കുടുംബജീവിതം വളരെ ഭദ്രമാവുകയും സുരക്ഷിതമായി മാറുകയും ചെയ്യുന്നതാണ്. ആറാമത്തെ കാര്യം ആന്തരികമായ ശാന്തി തേടുന്നവർ എന്നുള്ളതാണ്. അതെ, തിങ്കളാഴ്ച ദിവസം ജനിച്ച വ്യക്തികൾക്ക് തങ്ങളുടെ ഉള്ളിനെ അറിയാനുള്ള പ്രത്യേക ഒരു ത്വരയുണ്ട്. ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഒരു വിശ്വാസമല്ല, അതൊരു പ്രകൃതി ആരാധന പോലെയാണ് അവർ കൊണ്ടുനടക്കുക. ഒരു ബിംബത്തെ ആരാധിക്കുന്നതിന് പകരം ആ ആത്മാവിനെ അന്വേഷിച്ചു പോകുക എന്നൊക്കെ പറയില്ല, അതിന്റെ വേരിനെ അന്വേഷിച്ചു പോവുക. അങ്ങനെയുള്ള ഒരു ജീവിത ശൈലിയിലേക്കായിരിക്കും ഇവർ കടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ഒരു ജീവിത ലക്ഷ്യം തന്നെ ഒരു ദൈവീകമായിട്ടുള്ള ഒരു അടുപ്പം പുലർത്തുന്ന തലത്തിലേക്ക് മാറുക. ചില സമയത്തൊക്കെ ഇവരിൽ തന്നെ ചില നിരീശ്വരവാദങ്ങളൊക്കെ ഉയർന്നു വന്നേക്കാം ഈ ദൈവത്തെ അന്വേഷിക്കുന്നതിനിടയ്ക്ക്. പക്ഷെ ഒടുവിൽ അവർ അവരുടേതായ പ്രകൃതി ശക്തിയെ തിരിച്ചറിയുന്ന മുഹൂർത്തങ്ങൾ ഒരുപാട് ഉണ്ടായി വരും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇവരെ വിജയിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചില ഘടകങ്ങളെ കൂടി നോക്കാം. ഇവരെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഇവർക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുകയില്ല എന്നുള്ളത്. എന്നാൽ തിങ്കളാഴ്ച ദിവസം ജനിച്ചിട്ട് വിജയപീഠത്തിലെത്തിയ ഒരു വ്യക്തിയെ നിങ്ങൾ സമീപിച്ചിട്ട് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ വിജയത്തിന്റെ പ്രധാന പങ്ക് എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം ഇച്ചിരി കോപവാനായിരുന്നു, ഞാനിപ്പോൾ കോപം അടക്കി, എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും പറയുന്നതും എടുത്തിയാടി പ്രവർത്തിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു, അത് ഞാനിപ്പം മാറ്റി. അതായത് ഇവർ ചെയ്തെന്താണ്, തങ്ങളുടെ മനോനിയന്ത്രണം പാലിക്കുക എന്നുള്ള ഒരു പരിശീലനത്തിലേക്ക് ഇവർ ചെന്നു. അതാണ് ഇവരുടെ ജീവിതത്തിൽ ഈ പുരോഗതി വരുത്തിയത്. നിങ്ങൾക്കും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അധികമൊന്നും ആവാൻ പറ്റിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആ എടുത്തുകേട്ട മനോഭാവമോ അല്ലെങ്കിൽ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന ആ ഒരു പ്രകൃതി ഉണ്ടല്ലോ, അതിനെ ഒന്ന് മാറ്റിവെച്ചാൽ മതി, അല്ലെങ്കിൽ അതിനെ ഒന്ന് നിയന്ത്രണത്തിൽ കൊണ്ടുവന്നാൽ മതി, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് വരും. രണ്ടാമത്തത് സ്ഥിരതയെക്കുറിച്ചാണ് പറയേണ്ടത്. ഇവരുടെ കാര്യത്തിൽ ഞാനൊരു മൂഡ് സ്വിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. വികാരങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി ഓരോ തരത്തിലുള്ള വികാരം പല ഘട്ടങ്ങളിൽ പല സമയങ്ങളിലായിട്ട് വരുമെന്ന്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളൊരു കൺസിസ്റ്റൻസി പുലർത്തുക, സ്ഥിരത പുലർത്തുക എന്നുള്ളത്. ഒരു വിഷയം ചെയ്തു തുടങ്ങിയാൽ ആവേശത്തോടെ തുടങ്ങും,
ഒന്ന് ഉച്ചയാകുമ്പോൾ നമുക്ക് മടി വരുന്നു, പിന്നെ ദേഷ്യം വരുന്നു, ടെൻഷൻ വരുന്നു. അങ്ങനെ പോയാൽ പിന്നെ ആ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മൂഡ് എങ്ങനെയാവട്ടെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എന്ത് ചെയ്യുക? അതൊരു ബാലൻസിങ്ങിലേക്ക് വരും. പതിയെ നമ്മുടെ ഓരോ ദിവസത്തെയും പ്രവൃത്തിയെ നമ്മൾ എന്തൊക്കെ നമ്മുടെ വികാരങ്ങളായാൽ പോലും, നമുക്ക് ദേഷ്യമോ സങ്കടം എന്താവട്ടെ, നമ്മൾ ആ പ്രവൃത്തിയെ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ വിജയം അധികം വൈകാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. മൂന്നാമത്തത് ധ്യാനവും പ്രാർത്ഥനയും എന്നുള്ളതാണ്. തിങ്കളാഴ്ച ദിവസം ജനിച്ചവരെ നേർവഴിക്ക് എത്തിച്ച ഒരു വലിയ ഔഷധമാണ് ഈ ധ്യാനവും പ്രാർത്ഥനയും എന്ന് പറയുന്നത്. ഈ കെട്ടഴിച്ച പശു ഇങ്ങനെ ഓടി കിടക്കില്ലേ, ഇതുപോലെ ആയിരിക്കും പലപ്പോഴും ഇവരുടെ മനസ്സ്. കൃത്യമായ ഒന്നിലേക്കും അങ്ങോട്ട് ഉറച്ചു നിൽക്കാൻ പറ്റില്ല. ഇവർക്ക് എല്ലാം ശരിയാക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിലും ഇവരുടെ മനസ്സ് ചഞ്ചലപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് അതിന് കഴിയാതെ പോകും. അതുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ ഒന്ന് ധ്യാനിക്കൂ, ഇഷ്ടദൈവത്തെ ഒന്ന് പ്രാർത്ഥിക്കൂ, രാത്രി കിടക്കാൻ നേരത്തും ഒരല്പം പ്രാർത്ഥിക്കൂ. നിങ്ങളിലുണ്ടാകുന്ന മാറ്റം അത്ഭുതകരമായിട്ടായിരിക്കും. വളരെ വലിയ ഗുണങ്ങളായിരിക്കും ഇതിലൂടെ നിങ്ങൾക്ക് കൈവരുത്താൻ കഴിയുന്നത്. നാലാമത്തെ കാര്യം സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകളെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിനെക്കുറിച്ച്. അതായത് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് നിങ്ങളുടെ ഒരു കഴിവിനെ കണ്ടെത്തി അതിന് കുറേ സമയം അതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കൂ. പലപ്പോഴും കഴിവ് കുറഞ്ഞു പോയി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയെന്ന് തിങ്കളാഴ്ച ജനിച്ച ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ എതിർക്കാറുണ്ട്. കാര്യം ഇവർക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും ഇവർ കൃത്യമായി അവരുടെ ആത്മവിശ്വാസ കുറവുകൊണ്ട് അവർ അതിനെ ഫോളോ ചെയ്യാത്തതാണ്. അതിനു വേണ്ടിയിട്ട് ഇച്ചിരി സമയം കണ്ടെത്തിയാൽ വിജയിച്ചു വരാൻ വേറെ മാർഗങ്ങളൊന്നും അന്വേഷിക്കേണ്ടതില്ല. ആറാമത്തത് തീരുമാനക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ചഞ്ചലപ്പെട്ട മനസ്സുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ തീരുമാനങ്ങളെല്ലാം രണ്ട് തട്ടിൽ നിന്ന് ചാടിക്കളിക്കും. ഒരു കാര്യത്തിലും അങ്ങോട്ട് കൃത്യമായ തീരുമാനം എടുക്കാൻ വയ്യ. ചില സമയത്താകട്ടെ എടുത്തുചാടി ചില കാര്യങ്ങളും ചെയ്യും, അത് പ്രശ്നത്തിലാവുകയും ചെയ്യും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതാണ് കൃത്യമായ ആസൂത്രണം ചെയ്യുക, അത് വേഗത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. ആസൂത്രണം ചെയ്യുക എന്ന് പറയുമ്പോൾ എടുത്തുചാട്ടമല്ല. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പെട്ടെന്ന് മനസ്സിലാക്കുന്നു, അധികം ടൈം കൊടുക്കാതെ, അത് അധികം കാലം ഇതിനിട്ട് എഴിച്ചഴിച്ച് കൊണ്ടുപോകാതെ അടുത്ത കുറച്ച് ദിവസത്തിന് ഒരു ടൈം ലൈൻ കൊടുക്കും, അതിനൊരു ഡെഡ് ലൈൻ എത്തിക്കും. നമ്മൾ ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അത് ചെയ്ത് തീർക്കാൻ ശ്രമിക്കണം. അധികം ടൈം എടുക്കരുത് ഒരു കാര്യത്തിനും എന്നുള്ളതാണ്. ഏഴാമത്തെ കാര്യം ആരോഗ്യത്തെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. തിങ്കളാഴ്ച ദിവസം ജനിച്ചവർ ആരോഗ്യകാര്യത്തിൽ ഇച്ചിരി ഉത്കണ്ഠയൊക്കെ ഉള്ളവരായിരിക്കും. പക്ഷെ പലപ്പോഴും തനിക്ക് എന്തെങ്കിലും രോഗം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ വന്ന പ്രശ്നമാവില്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ട് ചെക്കപ്പുകളൊന്നും ചെയ്യാൻ പോവില്ല. അതായത് നമ്മൾ എപ്പോഴും ആരോഗ്യത്തെക്കുറിച്ച് കോൺഷ്യസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കുക, മറ്റൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ ചില പേടികൾ കാരണം ശരീരത്തിൽ ചില പ്രത്യേകതകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, മാറ്റങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർ ഡോക്ടറെ കാണിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന പരിശോധനകൾ നടത്തുകയോ ചെയ്യാതെ പേടിച്ചിരിക്കും. പലപ്പോഴും ചില ചെറിയ രോഗങ്ങൾ മൂർച്ഛിക്കുന്നതിന് ഇത് കാരണമാകും. പക്ഷെ അതുകൊണ്ട് തന്നെ അത് എങ്ങനെ വച്ചു നീട്ടരുത്. ഇനി മറ്റൊരാളുടെ കാര്യം പറയാമല്ലോ, അവരാട്ടെ ചെറിയ ചെറിയ കാര്യത്തിന് എപ്പോഴും ഇങ്ങനെ ചികിത്സകൾക്കും എപ്പോഴും ഇങ്ങനെ പരിശോധനകൾക്കും വേണ്ടി സമയം മാറ്റിവെക്കും. അതും ഒരു മനോരോഗം പോലെയായി മാറും. അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. അത്യാവശ്യത്തിന് വേണ്ടുന്ന ചെക്കപ്പുകൾ നടത്തി എന്തെങ്കിലും രോഗം ഉണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ എപ്പോഴും ഇങ്ങനെ രോഗങ്ങളാണെന്ന് പറഞ്ഞ് പരിശോധനയ്ക്ക് വേണ്ടി നടക്കാതിരിക്കുക. അതും രണ്ടും നമ്മൾ എടുക്കണം. ഒമ്പതാമത്തെ കാര്യം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ടെക്നിക്കുകൾ പരിശീലിക്കുക എന്നുള്ളതാണ്. ഇത് ഏതൊരു വ്യക്തിക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് അത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. ചില വ്യക്തികളുടെ വാക്കുകൾ കേട്ടിട്ട് എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് ചുരുണ്ടുകൂടിയിരിക്കുന്ന പല വ്യക്തികളെ കാണാം. അത് മിക്കവാറും തിങ്കളാഴ്ച ദിവസം ജനിച്ച ആൾക്കാരായിരിക്കും. ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ അതിശക്തമായിട്ടുള്ള ഊർജ്ജമുണ്ട്. ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട് ഇങ്ങനെ ചടഞ്ഞു കൂടരുതെന്ന് പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ എൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് അവർ അവരുടെ യഥാർത്ഥ ഊർജ്ജത്തെ കണ്ടെത്തിയിട്ട് അവർ പുറത്തേക്ക് വരികയും ജീവിതത്തിൽ വലിയ വിജയം നേടുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പോസിറ്റീവ് കലർന്നിട്ടുള്ള വ്യക്തികൾ സംസാരിക്കുന്നിടത്ത് കൂടുതൽ ചെലവഴിക്കുക. നെഗറ്റീവായിട്ട് നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരുടെ അടുത്ത് കൂടുതൽ ചെലവഴിച്ചിട്ട് നമ്മുടെ ജീവിതത്തിന് വലിയ ഗുണമൊന്നുമില്ല. അത് മനസ്സിലാക്കുക. പത്താമത്തത് നല്ല പരിതസ്ഥിതി തിരഞ്ഞെടുക്കുക. ജീവിത വിജയത്തിന് തിങ്കളാഴ്ച ദിവസം ജനിച്ചവർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ പരിതസ്ഥിതി മോശമാണെങ്കിൽ നിങ്ങളെ അത് ആ വഴിക്ക് തള്ളിക്കളയും. എന്നാൽ ചില വ്യക്തികൾക്ക് അങ്ങനെയല്ല. എത്ര മോശപ്പെട്ട പരിതസ്ഥിതിയിൽ നിന്നും ഉയർന്നു വരാനുള്ള കെൽപ്പ് അവർക്കുണ്ടാവും. പക്ഷെ തിങ്കളാഴ്ച ദിവസം ജനിച്ചവർക്ക് എത്രയൊക്കെ കഴിവുണ്ടായാലും പരിതസ്ഥിതി മോശമാണെങ്കിൽ ഇവർ താഴേക്ക് തളർന്നു പോകുന്നൊരു പ്രകൃതമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടുന്ന നല്ല പരിതസ്ഥിതികൾ, നല്ല ബന്ധങ്ങൾ, നല്ല സ്ഥാനങ്ങൾ ഇവയൊക്കെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് തിങ്കളാഴ്ച ദിവസം ജനിച്ചവരുടെ 10 സവിശേഷതകൾ, അവരെ വിജയത്തിലെത്തിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വഭാവമായിട്ട് ഇത് എത്ര ചേർന്ന് നിൽക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ഇതിൻ്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ
അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദന മഠം. നമസ്തേ.